നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൂപ്രണ്ടില്ലാതെയായിട്ട് 3.25 വർഷം പിന്നിടുന്നു. ജില്ലയിൽ ആദിവാസികൾ ഉൾപ്പെടെ കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നിലമ്പൂർ. വർഷങ്ങളായി ഇൻചാർജ് ഭരണമായതിനാൽ നിരവധി പ്രശ്നങ്ങളാണ് ആശുപത്രി അഭിമുഖീകരിക്കുന്നത്. റോഡിന് കുറുകെ ചാടിയ പന്നിയെ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. മൂത്തേടം ചെമ്മന്തിട്ട മൂർഖൻ ജലീൽ, ഭാര്യ ജുസൈല, മക്കളായ സിൽജിയ, സിജിൽ, സിൽമിയ, ബന്ധുവായ സജ്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചതിലും ഒന്നാം ഘട തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 ശനിയാഴ്ച 10 മണിക്ക് കർലായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. റോഡിലേക്ക് പെട്ടെന്ന് ഓടിക്കയറിയ 2 വയസ്സുകാരന് കാറിടിച്ച് പരിക്കേറ്റു. ചങ്ങരംകുളം പള്ളിക്കര സ്വദേശി റാഷിദിന്റെ മകൻ ഐസിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സൂപ്രണ്ടില്ലാതായിട്ട് 3.25 വർഷം പിന്നിടുന്നു. ജില്ലയിൽ ആദിവാസികൾ ഉൾപ്പെടെ കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നിലമ്പൂർ. OPയിൽ ദിവസേന ശരാശരി 2000 പേർ ചികിത്സ നേടുന്നു. കിടത്തി ചികിത്സയിൽ 300. വർഷങ്ങളായി ഇൻചാർജ് ഭരണമായതിനാൽ നിരവധി പ്രശ്നങ്ങളാണ് ആശുപത്രി അഭിമുഖീകരിക്കുന്നത്. സൂപ്രണ്ട് ഡോക്ടർ N അബൂബക്കറിനെ 2015 ഏപ്രിൽ 5 സ്ഥലം മാറ്റിയത് മുതലാണ് ആശുപത്രിക്ക് നാഥനില്ലാതായത്. തുടർന്ന് 2 ആഴ്ച മെഡിസിൻ വിഭാഗത്തിലെ ഫിസിഷ്യൻ ഡോക്ടർ ഖാജ ഹുസൈൻ, തുടർന്ന് 2026 ഫെബ്രുവരി 24 വരെ ഡോക്ടർ P ഷിനാസ് ബാബു എന്നിവർ ചാർജ് വഹിച്ചു. വനിതാ ഡോക്ടറുടെ പരാതിയിൽ ഡോക്ടർ ഷിനാസിനെ ചുമതലയിൽ നിന്ന് മാറ്റി. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷിബുലാലിന് അധിക ചുമതല നൽകി. ഡോക്ടർ ഷിബുലാലിനെ മാർച്ച് 10 കോഴിക്കോട്ടേക്ക് മാറ്റി. ഡെപ്യൂട്ടി DMO ഡോക്ടർ NN പമീലിയെ ഇൻചാർജാക്കി. ജില്ലയിൽ ഗർഭിണികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ പരിപാലനം ചുമതലയുള്ള ഡോക്ടർ പമീലി ആഴ്ചയിൽ 1 ദിവസമാണ് വരുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഫോൺ വഴി ഭരണം നടത്തുന്നു. ഇൻചാർജ് ഭരണം മൂലം രോഗികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വികസനം, വിവാദ വിഷയങ്ങൾ എന്നിവ പരിഹരിക്കാതെ കിടക്കുന്നു. ഡോക്ടർമാരുടെ ക്ഷാമം. മെഡിസിൻ OPയിൽ 3 ഫിസിഷ്യന്മാരാണ്. കൺസൾട്ടന്റ് ഡോക്ടർ ഷിനാസിനെ ജൂൺ 24 മഞ്ചേരിക്ക് മാറ്റി. പകരം നിയമനം നടത്തിയിട്ടില്ല. ശേഷിച്ച 2 പേരാണ് OP, വാർഡ് എന്നിവിടങ്ങളിൽ രോഗികളെ പരിശോധിക്കുന്നത്. മെഡിസിൻ OPയിൽ ദിവസം ശരാശരി 320 രോഗികൾ എത്തുന്നു. വാർഡിൽ കൂടി കണക്കാക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു രോഗിയെ പരിശോധിക്കാൻ കിട്ടുന്നത് 1 മിനിറ്റ് ആണ്. അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറുടെ ഒഴിവുണ്ട്. 2014 അനുവദിച്ച തസ്തികകളാണ് ആശുപത്രിയിൽ നിലവിലുള്ളത്. റോഡിന് കുറുകെ ചാടിയ പന്നിയെ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേർക്ക് പരിക്കേറ്റു. മൂത്തേടം ചെമ്മന്തിട്ട മൂർഖൻ ജലീൽ, ഭാര്യ ജുസൈല, മക്കളായ സിൽജിയ, സിജിൽ, സിൽമിയ, ബന്ധുവായ സജ്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. പൂക്കോട്ടുംപാടം എടക്കര മലയോര പാതയിൽ മൂത്തേടം വടക്കേകൈയിലാണ് അപകടം. കഴിഞ്ഞ ദിവസം രാത്രി 11ഓടെ വണ്ടൂരിൽ നിന്ന് ചെമ്മന്തിട്ടയിലെ വീട്ടിലേക്ക് സ്വന്തം ഓട്ടോറിക്ഷയിൽ മടങ്ങുകയായിരുന്ന ഇവർ സഞ്ചരിച്ച വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയ പന്നിയെ ഇടിച്ച് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഓട്ടോറിക്ഷയും തകർന്നു. പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിലും ഒന്നാം ഘട തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കർലായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാളെ 1/8/2019 കർലായി ഗ്രാമപഞ്ചായത്തിലേക്ക് LDFന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തുകയാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 2025 പ്ലാൻ ഫണ്ട് അനുവദിച്ച് 10,189 കോടി രൂപ. എന്നാൽ ഇത്തവണ 8,655 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 1,534 കോടി രൂപയുടെ കുറവാണ് ഇത്തവണ
പ്ലാൻ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്. അതിൽ കരുളായി പഞ്ചായത്തിന് 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്ന, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം കൊടുക്കേണ്ടിയിരുന്ന 3-ാം ഗഡു ഇടതുപക്ഷ സർക്കാർ കൊടുക്കാൻ വെച്ചത് 2 തവണ ഇലക്ഷൻ കമ്മീഷന് നടപടി ചട്ടപ്രകാരമുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആവശ്യപ്പെട്ടു, 2 തവണ ആവശ്യപ്പെട്ടു. 2 തവണയും നിരാകരിക്കുക ചെയ്ത ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് ആ 3-ാം ഗഡുവും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ 3-ാം ഗഡുവിനടക്കമുള്ള 6000 കോടി സംസ്ഥാന ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയത്. അത് ധവളപത്രത്തിൽ അവർ സമ്മതിച്ചുമാണ് 6000 കോടിയോളം രൂപയുണ്ട്. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ഈ സാമ്പത്തിക വർഷത്തിലെ 1-ാം ഗഡുവും കൊടുത്തിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ലൈഫിൻ്റെ വീടിൻ്റെ 3-ാം ഗഡു കിട്ടാനുണ്ട്. വീട് റിപ്പയറിന് അതിനനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ, അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. ഡോക്ടർമാർക്ക് ശമ്പളമില്ല. അതുപോലെ തന്നെ നഴ്സുമാർക്ക് പരിരക്ഷ എല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും വിധമുള്ള ഒരു പ്രക്ഷോഭമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണിത്. പദ്ധതി വിഹിതം ലഭിക്കാത്തതിനാൽ വീട് റിപ്പയർ ചെയ്ത ഗുണഭോക്താക്കളും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും കടുത്ത ദുരിതത്തിലാണ്. വീട് റിപ്പയർ പ്രവൃത്തി പൂർത്തിയാക്കിയ കരുളായി പഞ്ചായത്തിലെ 36 ഗുണഭോക്താക്കൾ പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിൽക്കുന്നവരും ഒട്ടേറെയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാത്തതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പെൻഷൻ പുതിയ സർക്കാർ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 21 ലക്ഷം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ് നിർത്തലാക്കിയത്. ഈ വിഭാഗത്തിൽ കരുളായി പഞ്ചായത്തിൽ 2100 സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനും ജനക്ഷേമ നടപടികൾ നിർത്തലാക്കുന്നതുമായ UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ P ബാലകൃഷ്ണൻ, J രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹാരിസ് പനോലൻ, K മനോജ്, സിദ്ദിഖ് വടക്കൻ, P അബ്ദുൽ മജീദ് മാസ്റ്റർ, D വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. മേളയുടെ ആദ്യ വിൽപ്പന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം നഗരസഭാ കൗൺസിലർ KV ഗീതാ മോഹന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഓണം നമുക്കെല്ലാവർക്കും, കേരളീയർക്ക് മുഴുവൻ വലിയ ഉത്സവമാണ്, സന്തോഷത്തിൻ്റെ വേളയാണ്. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനം, നമുക്കും വേണം ഒരു ഖാദി എന്നാണ്. അതാണ് ഇതിൻ്റെ സന്ദേശം. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഈ ഒരു ശീർഷകത്തിൽ ഖാദിയുടെ പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുക. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് ഇന്നും ജനഹൃദയത്തിൽ നമ്മുടേത് എന്ന ഫീലിങ്ങുള്ള ആ ഒരു ചിന്ത ഉള്ള ഒരു സാധനമാണ്, നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഖാദി. അതുകൊണ്ടുള്ള വിവിധ വസ്ത്ര, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും ഒക്കെ. മലപ്പുറം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് G അനിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബർ ഹാജി മേളയുടെ നറുക്കെടുപ്പ് കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മൃതികൾ ഉണർത്തുന്ന ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണത്തിനായി എല്ലാവരും യത്നിക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. ഖാദി ഗ്രാമ സൗഭാഗ്യ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം, കോട്ടപ്പടി, മലപ്പുറം, ഖാദി സൗഭാഗ്യ ചങ്ങരംകുളം, ഖാദി സൗഭാഗ്യ എടപ്പാൾ, ഖാദി സൗഭാഗ്യ താനൂർ, ഖാദി സൗഭാഗ്യ വട്ടംകുളം എന്നിവിടങ്ങളിലും ജില്ലയിലെ ഖാദി ഉൽപാദന കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഗ്രാമ സൗഭാഗ്യങ്ങളിലും മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ,
സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഉപാധികളോടെ 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ ലഭിക്കും. ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിൽ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും, സംസ്ഥാനതല മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം നേടുന്നയാൾക്ക് ടാറ്റ ടിയാഗോ കാറും, 2ാം സമ്മാനമായി 14 ജില്ലയിലും ഓരോ സ്കൂട്ടറും, 3ാം സമ്മാനമായി 30 പേർക്ക് 5000 രൂപയുടെ ഖാദി ഗിഫ്റ്റ് വൗച്ചറും ഉൾപ്പെടുന്ന സമ്മാന പദ്ധതിയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 25 വരെയാണ് ഓണം ഖാദി മേള നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ കൗൺസിലർ കെ യമുന, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ്, കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാംപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ കെ ഷിബി സ്വാഗതവും, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ കെ എം റാണി നന്ദിയും പറഞ്ഞു. റോഡിലേക്ക് പെട്ടെന്ന് ഓടിക്കയറിയ 2 വയസ്സുകാരന് കാറിടിച്ചു പരിക്കേറ്റു. ചങ്ങരംകുളം പള്ളിക്കര സ്വദേശി റാഷിദിന്റെ മകൻ ഐസിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. എടപ്പാൾ പടിഞ്ഞാറങ്ങാടിയിലായിരുന്നു സംഭവം. ഉമ്മയോടൊപ്പം പടിഞ്ഞാറങ്ങാടിയിലെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയതായിരുന്നു കുട്ടി. ഇതിനിടെ അപ്രതീക്ഷിതമായി കുട്ടി റോഡിലേക്ക് ഓടുകയായിരുന്നു. ഇതേ സമയം വന്ന കാർ കുട്ടിയെ തട്ടുകയായിരുന്നു. കാർ ഡ്രൈവർ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ പടിഞ്ഞാറങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ വലതുകാലിന് എല്ലുപൊട്ടലുണ്ട്. കുട്ടി നിലവിൽ ചികിത്സയിലാണ്. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയ മുഹമ്മദ് നബി അവിടുത്തെ ബഹുസ്വര സമൂഹത്തിൽ ഇതര മതവിശ്വാസികൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും അവരോട് കാട്ടിയ സ്നേഹവും സഹിഷ്ണുതയും വെറുപ്പിന്റെ അന്തരീക്ഷം പടർത്താൻ ശ്രമങ്ങൾ നടത്തുന്ന സമകാലീന ഇന്ത്യയിൽ ഏറെ പ്രസക്തമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഹസൻ ചെറുപ്പ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു തങ്ങൾ. മദീനത്തെത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അതൊരു കമ്പാഷൻ, ലവ് ടു പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഒരു ഫീലിംഗ് നമ്മൾ പ്രവാചകനെ ഓർത്തുകൊണ്ട് അവർക്ക് സലാത്ത് നേർന്നുകൊണ്ട് നമ്മൾ അവരെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. മറ്റാരേക്കാളും നമ്മൾ മനസ്സിൽ പ്രദർശിച്ചിട്ട ഒരു വ്യക്തിത്വം. അവിടെ ചാരത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, പ്രവാചകന്റെ പള്ളി, അവിടെ ഇസ്ലാം എത്തുമ്പോൾ അവിടെ അന്ന് ആ തൊലഅൽ ബദ്റു അലൈന എന്ന് പാടി സ്വീകരിച്ച അൻസാരികളുടെ ആ ഒരു സ്വീകരണവും, അവിടെ മറ്റു മതവിശ്വാസികൾ ഉണ്ടായിട്ട് പോലും ദിമ്മിയാക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ അവർക്ക് പ്രവാചകൻ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യവും അവരോട് കാണിക്കുന്ന സഹിഷ്ണുതയും അതൊക്കെ എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്ന് പിന്നീട് മദീന ചാർട്ടർ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. പ്രവാചകൻ ആവിഷ്കരിച്ച മദീന ചാർട്ടർ വ്യത്യസ്ത മതവിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന സ്നേഹച്ചരടായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തിരുഗേഹങ്ങളുടെ കവാട നഗരിയായ ജിദ്ദയിൽ മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ 3 പതിറ്റാണ്ടത്തെ അനുഭവ സമ്പത്തുള്ള ഹസൻ ചെറുപ്പ മക്കയുടെയും മദീനയുടെയും തിരുഗേഹങ്ങളുടെയും ചരിത്രം ആത്മീയാംശം ഒട്ടും ചോരാതെ ഏറ്റവും മികവുറ്റ രീതിയിൽ തയ്യാറാക്കിയത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുഗേഹങ്ങളുടെ തിരുമുറ്റത്ത് മക്ക മദീന ചരിത്രപഥങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം റാക്കോ ഹോൾഡിംഗ് കമ്പനി ചെയർമാനും എം ഡിയുമായ അബ്ദുറഹിമാൻ പട്ടർകടവന് കോപ്പി നൽകി തങ്ങൾ നിർവഹിച്ചു. അള്ളാഹുവിന്റെ അതിഥികൾ ഹജ്ജും ഉംറയും അറിയേണ്ടതെല്ലാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അബീർ മെഡിക്കൽ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ് അഹമ്മദിന് കോപ്പി നൽകി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ PK മുഹമ്മദ് എന്ന മാനു സാഹിബ് നിർവഹിച്ചു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ TP ചെറുപ്പ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥകാരൻ ഹസൻ ചെറുപ്പ പുസ്തക ആമുഖ ഭാഷണം നിർവഹിക്കുകയും ഡോക്ടർ ഇസ്മായിൽ മരിതേരി പുസ്തക പരിചയം നടത്തുകയും ചെയ്തു. പുണ്യവിചാരം പരിപാടിയിൽ മാധ്യമം അസോസിയേറ്റ് എഡിറ്ററും മീഡിയ വൺ CEOയുമായ ഡോക്ടർ യാസിൻ അഷ്റഫ്, പ്രമുഖ എഴുത്തുകാരും മാധ്യമപ്രവർത്തകരുമായ ജമാൽ കൊച്ചങ്ങാടി, PK പാറക്കടവ്, PAM ഹാരിസ്, ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് GGI ജനറൽ സെക്രട്ടറി ഇസ്ഹാബ് പൂണ്ടോളി,
ഗുഡ്വിൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സിക്കന്ദർ പൊന്മാടത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകാരനുള്ള ട്രെൻഡ് ബുക്സിന്റെ ഉപഹാരം ഡയറക്ടർ നസീർ നൊച്ചാട് സമ്മാനിച്ചു. ഹംസ ഇരിക്കല്ലൂർ ഖിറാത്ത് നടത്തിയ പരിപാടിയിൽ ഹസൻ ചെറൂപ്പ സ്വാഗതവും ട്രെൻഡ് ബുക്സ് എഡിറ്റർ സതീഷ് കെ നന്ദി പറഞ്ഞു. ട്രെൻഡ് ബുക്സ് ഡയറക്ടർ TP മുഷ്താഖ് അവതാരകനായിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ വേദവ്യാസ ജന്മദിനം ഗുരുപൂർണിമയായി ആചരിച്ചു. ഭാരതീയ സംസ്കാരത്തിൽ മഹാഭാരതം എന്ന ഇതിഹാസം രചിച്ച വേദവ്യാസ ജന്മദിനമാണ് ഗുരുപൂർണിമയായി ആചരിച്ചു വരുന്നത്. ഭാരതീയർ വേദവ്യാസനെ ആദ്യ ഗുരുവായി സങ്കല്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ശരിയായ വഴി കാണിച്ചു തന്ന അധ്യാപകരെയും ധർമാചാര്യരെയും മനസാ സ്മരിക്കാനുള്ള ഭാരതീയ സങ്കല്പമാണ് ഇതിന്റെ പ്രാധാന്യം. മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് ഉപ്പട, BJP പോത്തുകല്ല് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് PK രാജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളീധരൻ, ശിവദാസൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് MSF കമ്മിറ്റി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ MSF കമ്മിറ്റി ഭാരവാഹികൾക്ക് കരുളായി ലീഗ് ഹൌസിൽ സ്വീകരണം നൽകി. സ്വീകരണ സംഗമം മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KT സൈതലവി ഉദ്ഘാടനം ചെയ്തു. MSF കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ചു. MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫർഹാൻ BM, MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജസീൽ പറമ്പൻ, MSF മലപ്പുറം ജില്ലാ ട്രഷറർ NK നിഷാദ് മലപ്പുറം, ജില്ലാ MSF ഭാരവാഹികളായ നിസാം K ചേളാരി, സാഹിർ പുളിക്കൽ, PK മുബഷീർ, അറഫ ഉനൈസ്, അമീർ അജ്വദ് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗത്തിൽ ഇർഷാദ് കക്കോടൻ, സഫ്വാൻ ഇല്ലിക്കൽ, ഷമീം കുരികൾ, ഷഫീഖ് ബാദുഷ M, മിഥിലാജ് ചെമ്പൻ, അഫ്ലൻ റഹ്മാൻ, അമാൻ റാഷിദ് M, ഇർഷാദ് K, നിഹാദ് വാരിക്കൽ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.